ഷിറിയാപ്പുഴയിലെ അനധികൃത മണൽ കടത്തിനെതിരെ നടപടി ശക്തമാക്കി പോലീസ്. പുഴയിൽ പോലീസ് പരിശോധന നടത്തുകയും അനധികൃത മണൽ കടത്തിന് ഉപയോഗിച്ചിരുന്ന തോണികൾ പിടിച്ചെടുക്കുകയും ചെയ്തു. കുമ്പള ഷിറിയാപ്പുഴയിൽ പ്രകൃതിക്കും നാടിന്റെ സ്വാഭാവിക ജീവിതത്തിനും ഭീഷണിയായി തുടരുന്ന അനധികൃത മണൽ കടത്തിനെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തി. വാർഡ് മെമ്പർ സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോൾഡൻ റഹ്മാൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അസീസ് കളത്തൂർ എന്നിവർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും നാട്ടുകാരും തീരദേശ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ച് അടിയന്തര നടപടി ആവശ്യപ്പെട്ടിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ തീരദേശ പോലീസ് CI സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരായ സജിൻ, രൂപേഷ്, പ്രജീഷ്, ശരത്, ഗിരീഷ് എന്നിവർ ചേർന്ന് ഷിറിയാപ്പുഴയിൽ പരിശോധന നടത്തി. പുഴയുടെ നടുവിലെത്തി അനധികൃത മണൽ കടത്തിനുപയോഗിച്ചിരുന്ന തോണികൾ പോലീസ് പിടിച്ചെടുത്തു. പോലീസിന്റെ നീക്കം മനസ്സിലാക്കിയ മണൽ മാഫിയ സംഘവും അവർക്കുവേണ്ടി ജോലി ചെയ്തിരുന്ന 10ഓളം ആളുകളും മറുകരയിലേക്ക് ഓടി രക്ഷപ്പെട്ടു. എന്നാൽ ഇവരുടെ മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഷിറിയാപ്പുഴയിൽ അനധികൃത മണൽക്കടത്ത് വ്യാപകമായി നടക്കുന്നതായി നാട്ടുകാർ ആരോപിച്ചു. പരിസ്ഥിതിക്കും പുഴയുടെ ആവാസ വ്യവസ്ഥയ്ക്കും ഗുരുതരമായ ഭീഷണി സൃഷ്ടിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് തീരദേശ പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.